ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓവർ യൂസേജ് ഓഫ് നേസൽ ഡ്രോപ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി ആയത് കാരണം തന്നെ ആളുകൾക്ക് പലപ്പോഴും അവർ യൂസ് ചെയ്യുന്ന മെഡിസിൻസിനെ കുറിച്ചൊക്കെ പേരുകളും മറ്റും തന്നെ കാണാപ്പാടായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ നേസൽ ഡ്രോപ്സ് നെക്സ്റ്റ് ടൈം ഒരു നേസൽ ബ്ലോക്കേജ്, മൂക്കിന്റെ അടപ്പോ ജലദോഷം വരുമ്പോൾ അവർ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ ഒരു നേസൽ ഡ്രോപ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് വളരെ കോമൺ ആണ്. ചില ആളുകൾ അതൊരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്സോ ഒക്കെ മാത്രമല്ലാതെ 2 മന്ത്സോ ചിലപ്പോൾ അതിലേറെയോ ചിലപ്പോൾ വർഷങ്ങളോളം ആയിട്ട് ഈ സൈലോമെറ്റാസോളിൻ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നത് ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്തത് കാരണം അവർക്ക് വരുന്ന മറ്റൊരു അസുഖം, അതായത് റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. അതായത് ഈ നേസൽ ഡ്രോപ്സ് കാരണം അവർക്ക് ഉണ്ടാവുന്ന നേസൽ ബ്ലോക്കേജ്, അത് പലപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നേസൽ ഡ്രോപ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു മരുന്നായ നേസൽ ഡ്രോപ്സ്, ഒബ്സ്ട്രക്ഷന് വേണ്ടി തരുന്ന നേസൽ ഡ്രോപ്സ് അത് കൂടുതലായി കഴിഞ്ഞാൽ അത് കാരണം നമ്മുടെ നേസൽ ബ്ലോക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അതൊരു ഓവർ യൂസിലേക്ക് അത് എത്താൻ പാടില്ല.